എൻ്റെ പൊന്നടാവേ, മാർട്ടിൻ എന്ന് പറഞ്ഞൊരു കന്നഡ ഫിലിം കണ്ടു. ഏതാ അടിപൊളി, വേറെ ലെവല് പടം, ഇജാതി ഓമ്പിയ പടം. ഈ മാർട്ടിൻ ഫിലിം എനിക്ക് റെക്കമെൻഡ് ചെയ്തത് എൻ്റെ വളരെയധികം ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു സുഹൃത്താണ്. അദ്ദേഹത്തോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഞാൻ വാട്സാപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മാർട്ടിൻ സിനിമയിൽ നായക വേഷം ചെയ്തിരിക്കുന്നത് ധ്രുവ സർജ എന്ന് പറഞ്ഞ ഒരു കന്നഡ ആക്ടറാണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വളരെ വലിയൊരു ഫാനാണ്. കാരണം എന്താ ഒരു പെർഫോമൻസ് അയാളുടെ. ആരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക്, താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. ഞാനാരാന്ന് എനിക്കറിയില്ല. നിങ്ങളാരാ? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. ചിലർ ഈ മാർട്ടിൻ മൂവിയെ വേറെ ഒരു സിനിമയായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. സിനിമയുടെ പേരെന്തായിരുന്നു? അധികം ആരും കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്തൊരു ഫിലിമാണ്. എന്തോ KGF എന്ന് പറഞ്ഞ അധികം ആരും കാണാത്ത ഒരു ഫിലിമുമായിട്ട് ഇങ്ങനെ ഈ സിനിമയെ കമ്പയർ ചെയ്യുന്നത് കണ്ടു. എന്തിനാണ് ഇങ്ങനെ ഈ ഒരു കമ്പാരിസൺ ചെയ്യുന്നത്? എന്തിനാണ് ഇങ്ങനെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്? ഈ മാർട്ടിൻ എന്ന ഈ അപരാധം പടമാണോ KGF ആയിട്ട് കമ്പയർ ചെയ്യുന്നത്? പിന്നെ ഇതിൽ നായകൻ്റെ ഫസ്റ്റ് ഫൈറ്റ് സീനുണ്ട്. ആ ഫസ്റ്റ് ഫൈറ്റ് സീനിൽ നായകൻ, അതായത് നമ്മുടെ മാർട്ടിൻ്റെ തലയിൽ ഒരു ഇരുമ്പ് പൊടി വെച്ചിട്ട് അടി കിട്ടും. ഇങ്ങനെ ആ അടി കിട്ടുമ്പോൾ അവിടെ തീർന്നെന്ന് കരുതിയതാണ്. പക്ഷെ തീർന്നില്ല. ഒരു പോറൽ പോലും ഇല്ലാതെ അദ്ദേഹം വീണ്ടും എഴുന്നേറ്റ് വരും. പിന്നെ അതല്ല വേറൊരു ഇരുമ്പ് പൊടി വെച്ചിട്ട് മുഖത്തിനിട്ടിട്ട് ഒരൊറ്റടി ഇട്ട് ഇവിടെ അവിടെ കിട്ടിക്കഴിഞ്ഞിട്ട് പുള്ളി താഴെ വീഴും. ഒരു ചെറിയൊരു പോറലുമായിട്ട് തിരിച്ചു വരും. പിന്നെ അവിടെ കൂടിയിരിക്കുന്ന എല്ലാവന്മാരോട് ചേർന്ന് കമ്പിയോടെയും കൊണ്ട് നെഞ്ചത്തും അവിടെ ഇവിടെ എല്ലാം കൊണ്ട് ഇടിക്കും. ഒരു കുഴപ്പമില്ലാതെ അണ്ണം പണ്ണി തിരിച്ചു വരും. ഈ സിനിമയുടെ ഡബ്ബിംഗ് സമയത്ത് നമ്മുടെ മാർട്ടിൻ ധ്രുവ സർജയ്ക്ക് അദ്ദേഹത്തിന് തൊണ്ടയിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഉള്ളതായിട്ടും തോന്നുന്നുണ്ട്. കാരണം സിനിമയുടെ ആദ്യ ഭാഗം ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. പിന്നെ നമ്മൾ എല്ലാ സിനിമയിലും കണ്ടിട്ടുണ്ട് ഈ കോൺവെർസേഷൻ നടക്കുന്നത്. ഇപ്പോൾ ഒരു നായകനോ വില്ലനോ അല്ലെങ്കിൽ നായകനോ വേറെ ആരെങ്കിലും ഒക്കെ തമ്മിൽ നടക്കുന്നത് ഒരു പാടത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജിലായിരിക്കും, അല്ലെങ്കിൽ ഒരു കഫറ്റീരിയയിലായിരിക്കും, എവിടെ റോഡിൻ്റെ സൈഡിൽ എവിടെയൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിനകത്തിൽ നമ്മുടെ മാർട്ടിൻ അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയോട് സംസാരിക്കാൻ പോകുന്നത് ആ കൂട്ടാളിയെ വണ്ടിക്കകത്തിട്ട് കത്തിച്ച് ആ കത്തിയതിൻ്റെ മണ്ടയിൽ കൂടെ താഴെ ഇറങ്ങി ബോണറ്റിൽ കുത്തിയിരുന്ന് സംസാരിക്കുന്ന ഒരു സീനുണ്ട്. എൻ്റെ മോനെ, രോജാമെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, മൂഞ്ചാൻ വരും. പിന്നെ ഈ സിനിമയുടെ അവസാനം ഒരു നല്ലൊരു മാസ് ഡയലോഗുണ്ട്. ഇതിന് മുമ്പെല്ലാം ഒരുപാട് മാസ് ഡയലോഗ് ഉണ്ടെങ്കിലും ഈ സിനിമയുടെ അവസാനം വരുമ്പോഴത്തേക്ക് എൻ്റെ പൊന്നടാ, നമ്മളെയൊക്കെ ഇങ്ങനെ ഒരുമാതിരി രോമാഞ്ച കഞ്ചുകനാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാതിരി ഒരു ഡയലോഗുണ്ട്. ഈ KGF സിനിമയ്ക്കകത്തുള്ള ഡയലോഗൊന്നും ആർക്കും ഓർമ്മയില്ല. അതിൽ എന്തോ ഒരു ഡയലോഗുണ്ട്, വയലൻസ് എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ ഈ സിനിമയിൽ ഒരു ഡയലോഗ്, ഏതാ ലെവല്, ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ കണ്ടു നോക്ക്. Don't teach father how to make babies. ഈ സിനിമ തീരാറായി വരുമ്പോഴത്തേക്ക്, ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും നെഞ്ച് വിങ്ങി പൊട്ടി പറയും, ഹാവു ആശ്വാസമായി തീർന്നല്ലോ എന്ന്. പക്ഷേ അവിടെ കൊണ്ടും ഇവിടെ തീരില്ല. അവിടെയാണ് നമ്മൾ ഇന്നുവരെ ഒരു സിനിമയിലും കണ്ടിട്ടില്ലാത്ത ഒരു ട്വിസ്റ്റ്. സെക്കൻഡ് പാർട്ട് വരുന്നു. അവിടെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഡയറക്ടറോട് പറയാൻ ഒന്നേ ഉള്ളൂ, ദയവേദി പടം മലയാളത്തിൽ ഇറക്കണം, മലയാളത്തിൽ ഡബ് ചെയ്ത് ഇറക്കണം. അപേക്ഷ. ഈ ഫിലിം എനിക്ക് റെക്കമെൻഡ് ചെയ്ത ഒരു സുഹൃത്തുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഞാൻ ഈ സിനിമ റെക്കമെൻഡ് ചെയ്യുന്നു, കാണാത്തവർക്ക്. അതേപോലെ ഈ സിനിമ കാണാത്ത നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾക്ക് ഈ സിനിമ ഒന്ന് അയച്ചു കൊടുക്കുക. ഇനി ഇവിടെ കാണാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആമസോൺ പ്രൈമിൽ ഈ സിനിമയുണ്ട്. ദയവ് ചെയ്ത് എല്ലാവരും കാണണം. എന്നാൽ കണ്ടേച്ചും ബാ.